ചെയ്യാൻ പോകുന്നത് മറ്റേ ബേസിക് സർക്യൂട്ടാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫ്യൂസ് ഇപ്പോൾ കാണിക്കുന്നില്ല, നേരെ സ്വിച്ച് വെച്ചിട്ടാണ് ചെയ്ത് തുടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ ഫേസിന് ഞാൻ ഉപയോഗിക്കുന്നത് മഞ്ഞ കളറും ന്യൂട്രലിന് ഉപയോഗിക്കാൻ പോകുന്നത് നീല കളറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നോക്കിക്കോ, ഇതതിനെ പിടിച്ചോ. ഇപ്പോൾ സ്വിച്ച് ഉണ്ട്. അപ്പോൾ സ്വിച്ചിൻ്റെ ഒരു സൈഡ് ഇത് നമ്മളിപ്പോൾ ഓഫാക്കി കഴിഞ്ഞാൽ മുകളിലുള്ള സൈഡിൽ നമ്മൾ ഫേസ് കൊടുക്കുന്നു. മുകളിൽ ഫേസ് കൊടുക്കുക. മുകളിലേക്ക് ഫേസ് കൊടുക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ സർക്യൂട്ട് ഫേസ്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ സൈഡ്, ഈ സ്വിച്ചിൻ്റെ രണ്ടാമത്തെ സൈഡ് എടുത്തിട്ടാണ് ബൾബിലേക്ക് കൊടുക്കുന്നത്. രണ്ടാമത്തെ സൈഡ് ബൾബിലേക്ക് കൊടുക്കാം. ബൾബിന് രണ്ട് സൈഡ് ഉണ്ട്. അപ്പോൾ ഈ ഫേസ് വരുന്നത് റെഡ് തന്നെ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഫേസ് വരുന്നവരെ റെഡായിട്ട് കൊടുക്കും. അപ്പോൾ സ്വിച്ചിൽ നിന്ന് വന്നിട്ട് സ്വിച്ചിൽ നിന്ന് രണ്ടാമത്തെ കണക്ഷൻ അതന്നെ ഈ രണ്ടാമത്തെ സൈഡ് എടുത്തിട്ട് ബൾബിൻ്റെ ഒരു എൻഡിലേക്ക് കൊടുക്കും. ഇനി ബൾബിൻ്റെ രണ്ടാമത്തെ എൻഡ്, അതാണ് ഈ സൈഡ്. ഈ രണ്ടാമത്തെ എൻഡ് എടുത്തിട്ട് ന്യൂട്രലിൽ ഞാൻ നീല കളർ വയറാണ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ എൻഡ് എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഈ ബൾബ് ഇതിൻ്റെ കണക്ഷൻ കഴിഞ്ഞു. അതായത് ഈ കണക്ഷനാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത്, കാണുന്നുണ്ടായില്ലേ? ഈ കണക്ഷനാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ബൾബ് വന്നിട്ടുണ്ട്, അതാണ് ഈ ബൾബ്. അതിനുശേഷം ഈ സൈഡ് ഇങ്ങോട്ട് വന്നിട്ട് ഇതിലേക്ക് സ്വിച്ച്, ഇതാണ് സ്വിച്ച്. ആ സ്വിച്ചാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ എൻഡാണ് ഫേസ് ന്യൂട്രൽ എടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കാം. ഫേസിലേക്ക് ന്യൂട്രലിലേക്കും കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സ്വിച്ച് ഓൺ ആക്കാം. ആദ്യം തന്നെ സ്വിച്ച് ഓണാക്കി വെക്കരുത്, ആദ്യം തന്നെ കണക്ഷൻ കുത്തി വെക്കരുത്. ഇത് കഴിഞ്ഞിട്ട് ഓണാക്കും. അപ്പോൾ സ്വിച്ച് നമ്മളിപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഓഫാക്കി ഓണാക്കുക. ഇതാണ് സിമ്പിളായിട്ടുള്ള സർക്യൂട്ട്. ഇനി ഈ സർക്യൂട്ടിൻ്റെ തന്നെ എക്സ്റ്റൻഷനാണ് ഇനി ബാക്കിയുള്ളത്. അതാണ് ഇനി രണ്ടാമത്തെ. ഇതുപോലത്തെ രണ്ടാമത്തെയാണ് സീരീസ് സർക്യൂട്ടിൽ. ഇപ്പോൾ നമ്മൾ വോൾട്ടേജ് ഇനി മെഷർ ചെയ്യാനുണ്ട്. വോൾട്ടേജും കറണ്ട് മെഷർ ചെയ്യാനുണ്ട്. ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള സർക്യൂട്ട് മൂന്നെണ്ണം വേണം. ഇതിൽ ഒരു സ്വിച്ച്, അതിൽ സ്വിച്ച് രണ്ടെണ്ണം കൊടുത്തിട്ടില്ല. ഓക്കെ, ഇതിൽ രണ്ട് സ്വിച്ച് കൊടുക്കുന്നില്ല, ഒരു സ്വിച്ചാണ് ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സ്വിച്ച് മാത്രമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇനി ചെയ്യാൻ കാണിച്ചത്. ഈ സൈഡിനെ ഫേസ് ആയിട്ട് എടുക്കുമ്പോൾ ഞാനിവിടെ സ്വിച്ച് വെച്ചു, ഈ കാണുന്ന സ്ഥലത്ത് സ്വിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് കയറി വരുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മീറ്ററിലേക്കാണ് വരുന്നത്. അമ്മീറ്റർ അപ്പോൾ സീരീസ് ആയിട്ടാണ് വരുന്നത്, ഇതിൻ്റെ സീരീസ് ആയിട്ട്. അപ്പോൾ അമ്മീറ്റർ സീരീസ് ആയിട്ട് വരുമ്പോൾ ഓക്കെ, അമ്മീറ്റർ വെച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അഴിക്കാണ്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇനി അങ്ങനെ ചെയ്യാം. ഓക്കെ, അമ്മീറ്റർ നമുക്ക് ലാസ്റ്റ് മെഷർ ചെയ്ത് നോക്കാം. അമ്മീറ്റർ വയ്ക്കേണ്ടത് നമുക്ക് നേരെ സർക്യൂട്ട് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അതിനുശേഷം ഇത് മൂന്നും സീരീസ് ആയിട്ട് കൊടുക്കും. ഫേസ് വരുന്ന സൈഡാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ച് വയ്ക്കുക. കളറ് കുഴപ്പമൊന്നുമില്ല എങ്ങനെ വന്നാൽ. ഇത് മൂന്നെണ്ണം വേണ്ടല്ലോ. അപ്പോൾ മൂന്നെണ്ണം ഇതേപോലെ വയ്ക്കുക. മൂന്നെണ്ണം സീരീസാണ് കൊടുക്കാൻ പോകുന്നത്. മൂന്നെണ്ണം സീരീസ് കൊടുക്കുമ്പോൾ കണ്ട, ഇതിൽ ഒന്നാമത്തെ ബൾബ്, രണ്ടാമത്തെ ബൾബ്, മൂന്നാമത്തെ ബൾബ്, അത് 40, 60, 100 ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വിച്ചിൽ നിന്ന് വരുന്നത് എടുത്തിട്ട് ആണല്ലോ ഫേസ് എടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കും. പിന്നെ ഇതിൽ നിന്ന് തൊട്ടപ്പുറത്തേക്ക് അടുത്തതിലേക്ക് ചെല്ലും. അതങ്ങനെ ഇനി ജമ്പ് ചെയ്ത് പോയാൽ രണ്ടാമത്തെ ബൾബിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുത്തു. ഇനി ഒന്നാമത്തെ ബൾബിൽ നിന്ന് എടുത്ത് രണ്ടാമത്തേലേക്ക് കൊടുത്തു. ഇനി രണ്ടാമത്തെ ബൾബിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് മൂന്നാമത്തേലേക്ക് കൊടുത്തു. ഇനി അതിൻ്റെ അവസാനത്തെ ന്യൂട്രൽ എടുത്തിട്ട് സ്വിച്ച് ഇതിലേറ്റവും അവസാനം കൊടുത്തിരിക്കുന്നത്. സ്വിച്ചില്ലേ ഇതിലെവിടെ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല, അങ്ങനെ കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സർക്യൂട്ട്. ഫേസിലാണ് ഞാനിപ്പോൾ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്, ബൾബുകൾ കൊടുത്തിരിക്കുന്നത്. ന്യൂട്രൽ എടുത്തിട്ട് ഇത് കൊടുക്കുന്നത്. ഇനി ഇതിൽ ഫേസിൽ ന്യൂട്രൽ തന്നെ കൊടുത്താൽ മതി. ഫേസിൽ ന്യൂട്രൽ കൊടുത്തു കഴിഞ്ഞാൽ 3 ബൾബ്
ബ്രൈറ്റ്നെസ്സിലായിരിക്കും കത്തും. ഓണാക്കി കഴിഞ്ഞ് കണ്ടോ ഇപ്പോൾ മൂന്ന് ബ്രൈറ്റ്നെസ്സിലായിരിക്കും കത്തുക. ഇപ്പോൾ ആദ്യം ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഫേസ്. ഇത് ഫേസിൽ നിന്ന് എടുത്തിട്ട് ഫേസ് ഇതിലേക്കൂടെ കയറി സ്വിച്ചിലൂടെ കയറി ഒന്നാമത്തെ ബൾബിൻ്റെ ഇതിലേക്ക് എത്തി. ആ ബൾബിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് രണ്ടാമത്തെ ബൾബിലേക്ക് കൊടുത്തു. ഇനി രണ്ടാമത്തെ ബൾബിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് മൂന്നാമത്തേക്ക് എടുത്തു. മൂന്നാമത്തെ ബൾബിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ന്യൂട്രലിലേക്ക് കൊടുത്തു. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏകദേശം അതുപോലെ തന്നെ സ്വിച്ച് ഇവിടെ താഴെ വെച്ചത് മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം ആ സ്വിച്ച് കണ്ടില്ലായിരുന്നു, ഞാൻ ഇവിടുത്തെ സ്വിച്ച് മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മൂന്ന് ബ്രൈറ്റ്നെസ്സിലാണ് കത്തുന്നത്, കണ്ടില്ലേ? അപ്പോൾ മൂന്ന് ബ്രൈറ്റ്നെസ്സിൽ കത്തുമ്പോൾ ഇത് രണ്ടും ഒരേ ബ്രൈറ്റ്നെസ് ആയിരിക്കും. രണ്ടും 60 വാട്ടിൻ്റെ ആയതുകൊണ്ട് തന്നെ രണ്ടും ഒരേ ബ്രൈറ്റ്നെസ്സിൽ. ഇതൊരെണ്ണം 40 വാട്ട്. 40 വാട്ടിൻ്റെ തന്നെ ബ്രൈറ്റ്നെസ് കൂടിയാണ് കത്തുന്നത്. 60 വാട്ടിൻ്റെ തന്നെ ബ്രൈറ്റ്നെസ് കുറവാണ് കത്തുന്നത്. 100 ആണെങ്കിൽ ഇതിനും കൂടി കുറവ് കത്തിയാൽ. ഇനി അതിൻ്റെ വോൾട്ടേജുകൾ മെഷർ ചെയ്തെടുത്താൽ മതി. വോൾട്ട് മീറ്റർ നമുക്ക് ടോട്ടൽ ഇപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഇത് വോൾട്ട് മീറ്ററാണ്. ഇപ്പോൾ വോൾട്ട് മീറ്റർ മൾട്ടിമീറ്ററാണ്. അപ്പോൾ എ സിയിലിടാം. എ സിയുടെ വോൾട്ട് മീറ്റർ ഇതിലിടാം. AC DC ഇതിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഇപ്പോൾ DC ആണ്. അപ്പോൾ DC വരെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ AC സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ AC. അപ്പോൾ ഇനി അതിൻ്റെ വോൾട്ടേജ് മെഷർ ചെയ്തെടുക്കാം. ടോട്ടൽ വരുന്ന വോൾട്ടേജ് കാണണമെങ്കിൽ ഇവിടെ നോക്കണം. വോൾട്ടേജിനും കോമണിലും ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് AC യിൽ. അമ്മീറ്ററിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ അത് കേടായി. മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ 244 വോൾട്ടേജാണ് നമുക്ക് ടോട്ടൽ കിട്ടുന്നത്. ഇനി അപ്പോൾ അത് ഇവിടെ എഴുതണം 244 വോൾട്ടേജ്. പിന്നെ ഓരോതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഇനി മെഷർ ചെയ്തെടുക്കണം. ഓരോ ഇതിന് അക്രോസുള്ള വോൾട്ടേജ് മെഷർ ചെയ്ത് 115. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ 115 എഴുതാം. രണ്ടാമത്തേൻ്റെയും അതുപോലെ മെഷർ ചെയ്തെടുക്കാം. രണ്ടാമത്തെ 66, മൂന്നാമത്തെയും അത്ര തന്നെ കിട്ടും, 62. അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മെഷർ ചെയ്ത വോൾട്ടേജ് കിട്ടും. ഇതാണ് അതിൻ്റെ സീരീസ് കണക്ഷൻ. ഫേസിൽ സ്വിച്ച് വെച്ചിട്ട് ബാക്കിയെല്ലാം സീരീസായിട്ട് ഒന്നാമത്തേൽ കയറി ഇറങ്ങി അടുത്തേക്കൂടെ കയറി ഇറങ്ങിപ്പോയി. ഫേസ് ഒരു എൻഡിൽ മാത്രമേ വരുള്ളൂ. ബാക്കിയെല്ലാം ജമ്പ് ചെയ്താണ് പോകുന്നത്. 1 നിന്ന് 2ലേക്ക് ജമ്പ് ചെയ്യും, 2 നിന്ന് 3ലേക്ക് ജമ്പ് ചെയ്യും, പിന്നെ 3ൻ്റെ അവസാനത്തിൽ നിന്ന് എടുത്തിട്ട് ന്യൂട്രലിലേക്ക്. അത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ തന്നെ കറണ്ട് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറണ്ട് കൊടുക്കുമ്പോൾ ഇതിൽ നമ്മൾ പ്രശ്നമുണ്ട്. ഭയങ്കര ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട്, സീരിയസ് ആയിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെ ഉണ്ട് ഒരു ആംബിയർ എന്ന് പറഞ്ഞിട്ടുള്ളത് കാണിക്കുന്നുണ്ടല്ലേ. കോമൺ അവിടെ നിർത്തണം. വോൾട്ടേജ് മാറ്റിയിട്ട് ഇവിടെ അമ്മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ അമ്മീറ്ററിലേക്ക് മാറ്റുമ്പോൾ ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ ഷോർട്ടാണ്. ഇതിനുള്ളിൽ കൂടെ ഫ്രീ ആയിട്ട് കറണ്ട് പോകാം. അത് കാരണം കൊണ്ട് ഇതുകൊണ്ട് പ്ലഗിൽ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വോൾട്ടേജ് കൊടുക്കുന്ന പോലെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്യൂസ് അടിച്ച് പോകും, ട്രിപ്പാവും ചെയ്യും. അല്ലെങ്കിൽ ട്രിപ്പായില്ലെങ്കിൽ വയറിങ് കത്തിപ്പും. അതാണ് സംഭവിക്കുക. അപ്പോൾ അത് ശരിക്കും നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ആംബിയറിൽ അപ്പോൾ ഇതിനെ എടുത്തിട്ട് ആംബിയറിൽ ഇടണം. ആംബിയർ AC ആണ് ഇടേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് DC കാണിക്കുന്നത്. അപ്പോൾ അതിനെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ AC. ഇനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സീരീസാണ് ചെയ്യാനുള്ളത്. അമ്മീറ്റർ ഉണ്ട് സീരീസ്. സ്വിച്ചിന് ശേഷം അമ്മീറ്ററാണ് സീരീസായിട്ടാണ് കൊടുക്കാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ 2 വയർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്തായിട്ടാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇതിൽ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്.